നബിതങ്ങൾ ഈ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ സഹാബത്ത് കരഞ്ഞു. ജാബിർ തങ്ങളാണെന്ന് തോന്നുന്നു. തന്റെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ കഴിക്കാൻ വല്ലതുമുണ്ടോ? നബിതങ്ങൾ പട്ടിണിയില്ല, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടിരിക്കുക, സങ്കടം കാരണം. അപ്പൊ ഭാര്യ പറഞ്ഞു, ഒരിത്തിരി മാവുണ്ട്, ഒത്തിരി ഇറച്ചിയുണ്ട്, എന്നാ നീ ഇത് റെഡിയാക്കി, ഞാൻ പോയി നബിതങ്ങളെ വിളിച്ചു കൊണ്ടുവരാം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി നേരെ ഹന്തക്കിൽ പോയിട്ട് കിടങ്ങ് കുഴിക്കുന്ന നബിയുടെ അടുത്ത് പോയിട്ട് രഹസ്യമായിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ ഇത്തിരി മാവുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാം, ഇത്തിരി കറിയുണ്ട് നബിയെ, വാ നബിയെ പോയിട്ട് കഴിക്കാം. അപ്പൊ ഇത് കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് വീട്ടില് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ഒരൊറ്റ വിളി, സഹാബാ എല്ലാരും ബാബ കഴിക്കാൻ ഭക്ഷണം ഉണ്ടെന്ന്. അപ്പൊ ഈ സഹാബി പറഞ്ഞു, നബിയെ 3 പേർക്കേ തിന്നാനുള്ളൂ, കഷ്ടിച്ച് 3 പേർക്ക് തിന്നാനുള്ള ഭക്ഷണമേ ഉള്ളൂ, ഇവരെല്ലാരും കൂടെ വിളിച്ചാൽ ഞാൻ എന്നെ ചെയ്യാനാ. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഇറച്ചിക്കറി എന്ത് ചെയ്യുന്നു? അടുപ്പ് അന്ന് അവിടെ ഇരിക്കട്ടെ, മാവോ ഞാൻ വന്നിട്ട് ചുട്ടോളാം, നീ തൊടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നു. തന്റെ കൈകൊണ്ട് മാവ് ഇങ്ങനെ കുഴച്ച് നബിതങ്ങൾ ഇങ്ങനെ റൊട്ടി ചുടാൻ തുടങ്ങി. അടുപ്പത്തിരിക്കുന്ന ഇറച്ചിക്കറി കോരിക്കൊടുക്കാൻ തുടങ്ങി. 10 പേര് വന്ന് നിരന്നിരുന്ന് കഴിക്കുക. ആ 3 പേര് പോലും കഴിക്കാനില്ലാത്ത ആഹാരം ആ 80 പേരും കഴിച്ചു ബാക്കി വന്നടോ. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല തന്ന എന്ത് നിഅമത്താണെങ്കിലും അത് മരിക്കുവോളം നിലനിൽക്കണം, അതാ ബർക്കത്ത്. എന്റെ കൈയാകട്ടെ, എന്റെ കണ്ണാകട്ടെ, എന്റെ നാവാകട്ടെ, എന്റെ കാലാകട്ടെ, മരിക്കുന്ന ദിവസം വരെ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടെങ്കിലല്ലേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. ചുമ്മാതെ കൈയുണ്ട് പൊക്കാൻ പറ്റത്തില്ല, വല്ല കാര്യമുണ്ടോ? കണ്ണുണ്ട് കാണാൻ പറ്റത്തില്ല, ചെവിയുണ്ട് കേൾക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റാത്ത നിനക്ക് ആരോഗ്യം കിട്ടണം തീട്ടാനാ? ഇവിടെ അല്ല തന്ന നിഅമത്ത് നിലനിന്ന് കിട്ടണം, അതിനാണ് ബർക്കത്ത് എന്ന് പറയുക. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഒരു ദിക്ർ പറഞ്ഞാൽ മതി. അല്ല നൽകിയ കടയും കച്ചവടവും കാറും വീടും മക്കളൊക്കെ അല്ല നൽകിയതൊക്കെ നിലനിന്ന് കിട്ടണമെങ്കിൽ ഒരു ദിക്ർ പറയണം. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 11:30 വരെ അവിടെ ഇരിക്കെ, ഞാൻ പറഞ്ഞുതരാം അവസാനം. വയല് തീരുമ്പോ പറയാം. അപ്പൊ ആവശ്യമുള്ളവനല്ലേ ഇരിക്കൂ, അല്ലാത്തൊക്കെ പോയി ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മരിച്ചാൽ നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? ഉറക്കപ്പറ, ആരാ? ഭാര്യ. പറയോ? പറയോ? നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പോയി നാളെ രാവിലെ വടകരയെ വിളിച്ചുകൊണ്ട് പോയിട്ട് സ്വർണ്ണമാണെങ്കിൽ സ്വർണം അവൾ ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുത്തോ. ചില ഭർത്താക്കന്മാര് ചെലവിനൊന്നും കൊടുക്കൂല, നടന്ന് പെണ്ണ് കെട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കന്മാറാകട്ടെ. ചിലത് ചെലവിന് കൊടുക്കാത്തതുണ്ടോ, പലതും ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്, ചെലവിനൊന്നും കൊടുക്കത്തില്ല. പെണ്ണ് കെട്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കും. ഒന്നിനെ നിയമപരമായിട്ടും ഒന്ന് എന്താ പറയാ, ഒന്നും എല്ലാവരുടെ മുമ്പിൽ വാരി, 2 ഒളിച്ച് വാടക വീട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുക. നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടാ. എന്തിനാ ഒളിച്ചും പാത്തും? കെട്ടുന്നെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചേക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. താത്തമാരെ, നിങ്ങൾ അനുവാദം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒളിച്ചു കെട്ടുന്നില്ലേ? എന്തിനാണ് ഒളിച്ച കല്യാണം കഴിക്കുന്നത്? ഞാൻ പറയുന്നത്, ചിലര് എവിടെയെങ്കിലും പോയിട്ട് വാടകയ്ക്ക് ഒരു വീട് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ കെട്ടി അവിടെ കൊണ്ടിടും. ആഴ്ചയിൽ 2 ദിവസം പോകും. എന്തിനാ കാക്ക ഇങ്ങനെ ചെയ്യണം? അങ്ങനൊന്നും ചെയ്യരുതോ ചങ്ങായി. അന്തസ്സായിട്ട് പെണ്ണിനെടുത്ത് ഭാര്യ എടുത്ത് പോയി പറഞ്ഞാൽ ഒരു പെണ്ണ് കെട്ടി വിളിച്ചോണ്ട് പോകും, കൂടെ കൊണ്ട് നിർത്ത്. ഒളിച്ചും പാത്തും അങ്ങനെ കഴിക്കുന്നത് എന്തിനാ? പറ്റിക്കുന്നത് എന്തിനാ? അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കന്മാറാകട്ടെ. എന്തിനാണ് ആ പാപത്തിന് ഇങ്ങനെ കണ്ണുനീര് പിടിപ്പിക്കുന്നത്? ഒളിച്ചും പാത്തും അവിടെ ഇവിടെയും കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇതും ഇല്ല അതും ഇല്ലാതെ ഒളിച്ചും പാത്തും നടക്കുക, അങ്ങനെ ചെയ്യരുത്. പിന്നെ കെട്ടുന്നവര് കെട്ടിക്കോ, അൽഹംദുലില്ലാഹ്. അത് ഭാര്യയോട് പറഞ്ഞ അനുവാദത്തോട് കൂടി സംതിന്. അനുവാദം തന്നില്ലെങ്കിലും പറ പാവത്തിനോട്. പെണ്ണുങ്ങൾ അനുവാദം തരൂല്ലെന്നാ എനിക്ക് തോന്നണല്ലേ? കിട്ടുമോ? ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത്, ഞാൻ തന്നെ ഉസ്താദിന് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദിന് 2ാമത് കെട്ടാനൊന്നുമല്ല, ഒന്നും വേണ്ട പോരച്ചനെ ഉള്ളത് മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2ാമൊന്നും ഇല്ല. അല്ലാഹു നമുക്ക് തന്ന ജീവിതം അൽഹംദുലില്ലാഹ് മരിക്കണ കാലം വരെ അല്ലാഹു സ്വർഗത്തിലും നമ്മുടെ ജോഡികളാക്കി തരുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ.
എല്ലാരും കാണുന്നില്ല എന്നല്ല പ്രസിഡന്റ്, പെണ്ണുമ്പിള്ളമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ വീട്ടിൽ ചെല്ലും, നിങ്ങൾ ഇരിക്കൊന്നും വേണ്ട, ഇരുന്ന് അധികവും പൊക്കിയില്ല. പ്രായമുള്ള വാപ്പ ഇങ്ങനെ ഇരിക്കുക, പൊക്കണോ വേണ്ടേ അല്ലാന്ന്. വാപ്പ ചിന്തിക്കുന്നത് പടച്ചവനെ ഇവള് സ്വർഗത്തിലുണ്ടോ അല്ലാന്ന് അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. പടച്ചറപ്പെ അള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ അടിച്ചു മാറ്റാറില്ലേ സ്വർണ്ണ പൈസയൊക്കെ ഇല്ലേ? ഇടയ്ക്ക് ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ വെക്കണ ഭാര്യമാരില്ലേ? അല്ലേ? ഉണ്ടോ? ഇല്ലെന്നല്ല. മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ടൊരു മസല ചോദിച്ചു. നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളൊക്കെ തന്നെ, വലിയ ജുബ്ബയും കതറൊക്കെ ഇട്ട് നടക്കും, വലിയ ആളാ, ഹജിയാരാ, കമ്മിറ്റിക്കാരനാ, വലിയ ആളാ, ഭാര്യക്ക് ചെലവിനൊന്നും കൊടുക്കൂല. അപ്പൊ ഈ ചങ്ങാതി എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല നബിയെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കാറുണ്ട് പോക്കറ്റിൽ നിന്ന്, അത് അനുവദനീയമാണോ ഇല്ലയോ എന്നാ ചോദിച്ചത്. അള്ളാഹു നമുക്ക് മസല പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബി തങ്ങളോട് ചെന്ന് ചോദിച്ചു, എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാറില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുവാദമില്ലാതെ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യണ്ട, അള്ളാഹു അതിന് അത്ര ആയുസേ വെച്ചിട്ടുള്ളൂ കേട്ടാ, പഠിച്ചോ, ഇതൊരു പാഠമാണ്. മക്കൾ എന്തെങ്കിലും തല്ലി പൊട്ടിച്ചാ ഉടനെ അടിക്കും, അടിച്ചാ പൊട്ടിയത് തിരിച്ചു കിട്ടുമോ? അള്ളാഹ് അതിന്റെ മരണം അതായിരുന്നു. ഗ്ലാസിന്റെ മരണം കഴിഞ്ഞു, ഇനി നമ്മുടെ മരണം നമുക്ക് നോക്കാം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഭർത്താവിന്റെ പൈസ എടുക്കാറുണ്ട് ചോദിക്കാതെ, അനുവാദം ഇല്ലാതെ. നീ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാ മഹദി ചോദിച്ചത്. അള്ളാഹു മസല പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കട്ടെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞിട്ട് താത്താമാര് അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം മസല. നബിതങ്ങള് ഹിന്ദ് റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്ത മറുപടി, നിനക്ക് ആവശ്യമുള്ളത് മാത്രം നീ എടുത്തു കൊള്ളാൻ നബിയനാ റസൂലുള്ളാഹി. ഉറക്കെ പറമീനാ റസൂലുള്ളാഹി. ഏത് ഭർത്താവ് നിനക്ക് ചെലവിന് തരുന്നില്ല, നിനക്ക് ആവശ്യമുള്ള സാധനം അർഹതപ്പെട്ടത് തരുന്നില്ല, അടങ്കലോടെ എടുത്തേക്കരുത് കേട്ടാ, മൊത്തം വരിയേക്കരുത്. 10-100 എടുക്കണ പോലല്ല, റീചാർജ് ചെയ്യാൻ 50 എടുക്കണ പോലല്ല. ഹിന്ദ് റളിയല്ലാഹു തആലയോട് പറഞ്ഞ ആവശ്യമുള്ളത്, നിനക്ക് അത്യാവശ്യമുള്ളത് മാത്രം എടുത്തുകൊള്ളാൻ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പോക്കറ്റിൽ പൈസ വെക്കണ്ട കേട്ടാ, അങ്ങട് കൊടുക്കുന്നവൻ എന്തിനാ മേടിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഭാര്യ, നമ്മൾ നല്ലവരായിരുന്നു, എന്റെ ഇക്കാന്നല്ലേ വിളിക്കുക. ഇവിടെ ഭർത്താവിന് എന്താടോ വിളിക്കണേ? നിങ്ങളുടെയൊക്കെ ഭാര്യമാരെന്താ നിങ്ങളെ വിളിക്കണേ? എന്താ ഇപ്പൊ വിളിക്ക? ഇക്കാന്നോ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ എടാ ഇങ്ങ എടുക്കടാന്ന് ഞാൻ വിചാരിച്ചു, ആരെയാ അള്ളാഹ് വിളിച്ചു. എന്റെ പോലെ അനുഭവം, ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഭാര്യ എടാ അതിങ്ങെടുക്കടാ, ഞാൻ വിചാരിച്ചു മോനെ വല്ലതും വിളിച്ചാണ് അള്ളാഹ് ഭർത്താവിനെ എടാന്ന്. ചിരിക്കൊന്നും വേണ്ടടോ. ഇപ്പൊ എല്ലാരും പേരാ വിളിക്കുന്നത് ഭർത്താവിനെ, ഭാര്യ എടാ വാടാ പോടാ, ഭാര്യ ഭർത്താവിനെ പേര് വിളിക്കുന്നതോ അല്ലേ? അതൊന്നുമല്ല. ഇപ്പോ എന്താ വേറെന്തൊക്കെയല്ലേ വിളിക്കുക. ഞാനൊരു കടയിൽ പോയപ്പോ, ഒരു ഹോട്ടലിൽ പോയത്, അപ്പൊ ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ഞാൻ വിചാരിച്ചു ബോണ്ട വേണോന്ന് ചോദിച്ചാണ് അടച്ചത്. ഞാൻ വിചാരിച്ചു ബോണ്ട എങ്ങാണ്ട് വേണം. ഇതാ അവസ്ഥ, ബ്രോന്ന് വിളിക്കണേ. കുട്ടികളൊക്കെ ഇപ്പോ എന്താ പറയാ, ഗെയ്സ് എന്നാ വിളിച്ചോണ്ടിരിക്കണേ. അള്ളാഹു ഹിമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനിക്കേണ്ടവര് ബഹുമാനിക്കും, പെങ്ങളെ ആദരിക്കേണ്ടവര് ആദരിക്കും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഒരെണ്ണം കൂടെ കേട്ടൂടെ? ഒരെണ്ണം കൂടെ കേട്ടൂടെ? നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് ചെറിയ സൂറത്ത് ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. എന്തുകൊണ്ട്? ഉസ്താദിന്റെ പുറകിൽ നിൽക്കുന്നതിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അത്യാവശ്യക്കാരുണ്ട്, യാത്രക്കാരുണ്ട്. ഉസ്താദ് വലിയ സൂറത്ത് ഓതിയ പുറകെ നിൽക്കണ ചങ്ങാതി എന്തിക്കും, ഇയാൾ എന്തേ ഹത്ത് ഓതണമെന്ന് എന്തിക്കൂല്ലേ? നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ വഅദ് കേൾക്കാൻ വന്നവരെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ, നിങ്ങൾക്ക് മതിയായോ എന്ന്.
ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പഠിച്ചു. അതാ വരുന്നു മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ തങ്ങൾ. അവിടുന്ന് വരികയാണ്. പടച്ചവനെ, ഈ സ്വഹാബി പുറകിൽ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പുറകിൽ നിർത്തിയ സ്വഹാബിയ ഈ സഫ്വാൻ തങ്ങൾ നോക്കുമ്പോ ഒരു പെണ്ണ് ഹിജാബ് ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ആരാ? അവിടെന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷയാണെന്ന് പറയുമ്പോ സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. പടച്ചവനെ, എന്താണ് സംഭവിച്ചതെന്ന് പോലും ചോദിച്ചില്ല. കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഈ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കേറുമ്മ. ഈ സഫ്വാൻ കയറ് പിടിച്ച് മുമ്പിൽ നടക്കാമമ്മ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കേറുകയാണ്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കയറ് പിടിച്ച് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്, ആയിഷ ബീവി ഇല്ലെന്നറിയുന്നത്. എന്ത് സംഭവിച്ചതെന്നറിയില്ലടോ. എല്ലാവരും വല്ലാത്ത സങ്കടത്തിലാണ്, വല്ലാത്ത ബേജാറിലാണ്. നബിതങ്ങളും സ്വഹാബത്തും യാത്ര എവിടെ നിർത്തുകയാണ്. ആയിഷയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല. കുറച്ചു കഴിയുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വന്നു. അതാ എന്താണ് സംഭവിച്ചതെന്ന് നബി തങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, പടച്ചവനെ, സമാധാനമായി നബി തങ്ങളും സ്വഹാബത്തും യാത്ര തുടരുമ്പോ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് നബിതങ്ങളെ ഇഷ്ടമായിരുന്നില്ല, അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമായിരുന്നില്ല. അവൻ എന്തു പറഞ്ഞെന്നറിയുവോ? രണ്ടുപേരും ചെറിയ പ്രായമുള്ളവരാണ്, ചെറുപ്പക്കാരാണ്. ഒരുപാട് നേരം ഇവരൊറ്റയ്ക്കാണ് വന്നത്. എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, മദീനത്ത് ചെന്നടോ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്, മദീന മുഴുവനും പടരുകയാണ്. ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. ആരാ പറഞ്ഞത്? നബി തങ്ങളുടെ കൂടെ പോയവരാ. സുബ്ഹാനല്ലാഹ്. എവിടെ നോക്കിയാലും ആയിഷാനെ കുറിച്ചാണ് പറയുന്നത്, എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നബി തങ്ങൾക്ക് സങ്കടമായതോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്. നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്. നബി തങ്ങളുടെ മിമ്പറിൽ കയറിയിട്ട് അവിടെന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷാനെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? തന്റെ ഭാര്യ വ്യഭിചരിച്ചെന്ന് പറയുമ്പോ, അല്ലാഹുവേ, തന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുമ്പോ ഒരു നാട് മുഴുവനും, ഒരു പഞ്ചായത്തല്ല, ഒരു നാട് മുഴുവനും ചർച്ച ചെയ്യുമ്പോ അള്ളാന്റെ റസൂല് പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലാകിൻ വല്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ,
അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബിതങ്ങൾ പറയുന്നു, എന്റെ ആയിഷാനെ എനിക്കറിയാ, എന്റെ ആയിഷാനെ എനിക്കറിയാ. ഇന്നലെ വരെ അവൾ എന്റെ കൂടെ നടന്നവളാണ്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്റെ ആയിഷയുടെ ജീവിതത്തിലു, എന്റെ ആയിഷയുടെ ജീവിതത്തിലു മോശമായ ഒരു കാര്യവും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എനിക്ക് വിശ്വാസമാണ്, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ ആയിഷാനെ എനിക്കറിയാം. കേൾക്കാമെന്ന പെങ്ങളെ, നിന്റെ ഭർത്താവ് നിനക്ക് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയാൽ, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി എന്റെ ഭാര്യ നല്ലവളാണ്, എന്റെ ഭാര്യ അല്ലാഹുവിനെ പേടിയുള്ളവളാണ് എന്ന് നിന്റെ ഭർത്താവ് നിനക്ക് സാക്ഷി പറഞ്ഞ വജബതു ലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കുറിച്ച് പറയണം, ഇവള് നല്ലവളാ, അല്ലാഹുവിനെ ഭയമുള്ളവളാ. ഇവൾക്ക് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സാക്ഷി പറഞ്ഞാൽ ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസമുണ്ടാകണം. ബാപ്പ ഭാര്യയെ കൂടെ കടന്നവളോട് ഇത്രയും കൊല്ലം നിന്റെ കൂടെ ജീവിച്ച നിന്റെ ഭാര്യ നിനക്ക് വിശ്വാസമില്ല. നാട്ടുകാരോ അയൽവാസികളോ ബന്ധുക്കളോ എന്തെങ്കിലും പറയുമ്പോ ഭാര്യ കെട്ടിപ്പൊക്കോളാൻ പറയാ, വീട്ടില് എന്താന്ന് പോലും ചോദിക്കില്ല, പൊക്കോ നീ പൊക്കോ, ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് നീ പോയേരെ, ബന്ധം ഒഴിവാക്കുക. 20 കൊല്ലം 25 കൊല്ലം 30 കൊല്ലം നിന്റെ മക്കളെയും നോക്കി വീടും നോക്കി നിനക്ക് വെച്ച് വിളമ്പിത്തന്ന നിന്റെ ഭാര്യ നിനക്ക് വിശ്വാസമില്ലാതെ പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ സമയത്തല്ലേ നീ കൂടെ നിൽക്കേണ്ടത്, ആ പ്രയാസത്തിന്റെ വേളയിലല്ലേ നീ കൂടെ നിൽക്കേണ്ടത്. വിശ്വാസമില്ലടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്ത തകർന്നുകൊണ്ടിരിക്കുകയാണ്. അടിയും വഴക്കും ബഹളവും കീരിയും പാമ്പിനെ പോലെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു ഭാര്യയും ഭർത്താവും. അറിയില്ല നിന്റെ വില എന്താ, മഹത്വം എന്താ, സമാധാനമില്ല നമുക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുക. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിക്കുക. ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? ഒന്ന് പറയടോ, എന്ത് കിട്ടും? കല്യാണം കഴിക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്ന്? എന്ത് കിട്ടും? താത്താമരെ ഉണ്ടോ? ഉണ്ടോ? അല്ല പറഞ്ഞത് വിവാഹം കഴിച്ചാൽ അവർക്ക് സമാധാനം കിട്ടുമെന്ന്. നമ്മൾ പറയുന്നത് കെട്ടി അന്നത് പോയെന്ന. എന്നാണ് വിവാഹം കഴിച്ചത് അന്നത്തോടുകൂടി സമാധാനം പോയെന്ന്. ഒരിക്കലും ഖുർആനിന് തെറ്റുപറ്റൂല, നിനക്കാ തെറ്റുപറ്റിയിരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ പ്രശ്നം? നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കാം. മലയാളം അല്ലേ ചോദിച്ചേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ? ഉണ്ടോ? ഇരിക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, വാപ്പ SBIയിലും സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിൽ പോലും ഇത്രയും ലോക്കില്ല. നിന്റെ ഫോൺ തുറക്കണമെങ്കിൽ എവിടെ കൊണ്ടുപോകണം? ഫിംഗർ പ്രിന്റ് മുഖം തന്നെ വെച്ചാലേ ചിലരുടെ മൊബൈൽ തുറക്കാൻ പറ്റൂ. ഓരോ വാപ്പമാര്, ഞാൻ വളരെ ഒരു വാപ്പ ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണം, ഈ ചങ്ങാതി ലോക്ക് തുറക്കാൻ പറ്റണില്ല. അവസാനം നോക്കിയപ്പോ ഒരു വല്ലാത്ത ലോക്ക്. സുബ്ഹാനല്ലാഹ്, പ്രായമുള്ള ഉപ്പ വരെ. എടാ, നമ്മുടെ മൊബൈല് ലോക്കാടോ. എന്തിനാ ലോക്ക് ഇടുന്നേ? എന്തിനാ? അപ്പൊ എന്തോ കാണാൻ പാടില്ലാത്ത ഉള്ളത് കൊണ്ടല്ലേ ലോക്ക്. നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുക്കണം? ഭർത്താവിനോട് ഭാര്യ ചോദിക്കാം, ഇക്കെന്തിനാ എന്റെ മൊബൈല് പരിശോധിക്കണം? എന്നെ വിശ്വാസം ഇല്ലേ? നീ എന്തിനാ പിന്നെ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്? നിന്റെ മൊബൈൽ തുറക്കണമെങ്കിൽ ലോക്ക്, ഗാലറി കയറണമെങ്കിൽ ലോക്ക്, വാട്സപ്പിൽ കയറണമെങ്കിൽ ലോക്ക്, എല്ലാത്തിനും ലോക്ക്. ബാത്റൂമിൽ പോകുമ്പോഴതും കൊണ്ടാ പോകണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൽ പോകുമ്പോ പോലും ഒരു ഭാര്യ പറഞ്ഞ ഉസ്താദേ, ഇയാളുടെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. കാരണം ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണത്. സുബ്ഹാനല്ലാഹ്, എന്തേ വാപ്പ എത്ര എന്റെ മൊബൈലിനോട് ഇത്ര സ്നേഹം എന്തേ? ഞാൻ ചോദിക്കുന്നത്, എന്ന് നിനക്കത് വെക്കാൻ പറ്റുന്നുണ്ടോ? എന്ന് നിന്റെ വീടിനകത്ത് ധൈര്യമില്ല, ധൈര്യമായിട്ട് ലോക്കില്ലാതെ മക്കൾക്കോ ഭാര്യയ്ക്കോ ആർക്ക് വേണമെങ്കിലും നോക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ വീടിനകത്ത് എന്ന് വെക്കുന്നോ, അന്നേ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ധൈര്യമുണ്ടോ?
അവളുടെ കയ്യിലൊന്നും കൊടുത്തേക്കരുത്. കാരണം ചിലപ്പം വാരിക്കെട്ടി പൊക്കളയും. അത് കണ്ട ആ മൊബൈൽ എടുത്ത് വെച്ചൊന്ന് സെർച്ച് ചെയ്താൽ അവൾ ഇന്ന് തന്നെ വീട്ടിൽ പൊക്കളയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധൈര്യം ഉണ്ടോ താത്ത? നീ ഞാൻ ചോദിക്കണം, എന്തിനാ ഉമ്മ ലോക്കിടുന്നു? നീ പറയൂ ഉസ്താദേ, എന്റെ മോനെടുത്ത് ഗെയിം കളിച്ചാലോ? അതായിരുന്നു, നിന്നെക്കാട്ടും വലിയ ഫോണാണ് നിന്റെ മോന്റെ കയ്യിൽ. ഇപ്പത്തെ കുട്ടികളുടെ കയ്യിലിരിക്കുന്നത് വാപ്പ പട്ടി എറിയുന്ന ഫോൺ, മക്കളോ തലകണൽ അത്രയും കൊണ്ടടക്കാം. വാപ്പയുടെ കയ്യിലൊന്നും ഫോണില്ലടോ, മക്കളുടെ കയ്യിലിപ്പോ ഫോൺ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൊടുത്തില്ലെങ്കിൽ ഞാൻ കോഴിക്കോട്, നമുക്കറിയാം സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപനം ബാംഗ്ലൂരിൽ നടന്നു. തിരിച്ചു വരുന്ന വഴിയിൽ വയനാട് വെച്ചൊരു ആക്സിഡന്റ് നടന്നിട്ടൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. ഞാൻ മാനന്തവാടിയിലേക്ക് വഴുതിന് പോകുമ്പോൾ സംഘാടകർ പറഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലൂടെ അല്ലേ ഉസ്താദെ പോകുന്നേ, ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക, മയ്യത്ത് സ്കരിക്കാൻ പോകുന്നുണ്ടെന്ന് കയറാൻ. ഞാനവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന സഹോദരങ്ങൾ പറഞ്ഞു, ഉസ്താദെ ഒരു 6.5 വയസ്സുള്ളൊരു കുട്ടിയുടെ ജനാസ മോർച്ചറിയിൽ ഇരിക്കുന്നുണ്ട്, മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 6 വയസ്സുള്ളവൻ മരിച്ചു കളഞ്ഞതോ മൊബൈൽ കിട്ടാത്തതിന്റെ പേരിൽ. ഞാൻ പറയുന്നത്, നമ്മൾ എന്തിനാ, ഒരു വാപ്പ പറഞ്ഞതാ, മകൻ മരണപ്പെട്ടു പോയി. തന്റെ മകന്റെ ഫോൺ കണ്ടപ്പോ ഒരു വാപ്പ കാണാൻ പാടില്ലാത്തത് ആ ഫോണിൽ കണ്ടത്. കുടുംബത്തിന് ഒരു പയ്യന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് മുഴുവനും ഒന്ന് നശിപ്പിച്ചു തരുമോ? വാപ്പ സ്വന്തം മകന്റെ ഫോൺ. നീ എങ്ങാണം പെട്ടെന്ന് മരിച്ചുപോയാ, നിന്റെ മക്കളെങ്ങാണം ഉമ്മയുടെ മരണശേഷം ആ ഫോണൊന്ന് തുറന്നു നോക്കിയാ ഒന്ന് ചിന്തിക്കുമ്മ, എന്തേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, നമ്മൾക്കുള്ള വില എന്താകുമെന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കണോ? കണ്ടവന്റെ ഭാര്യയല്ല സ്നേഹിക്കേണ്ടത്, സ്വന്തം ഭാര്യയെ സ്നേഹിക്ക്. നിങ്ങൾ കണ്ടവന്മാരെ സ്നേഹിക്കാതെ ഭർത്താവിനെ സ്നേഹിക്ക്. സ്നേഹിച്ച ഒരിക്കലും മറക്കൂല. സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും മറക്കൂല. നിങ്ങൾക്ക് കുടുംബ ജീവിതത്തെ കുറിച്ച് അറിയാഞ്ഞിട്ട് നിങ്ങൾ തല്ലും വഴക്കും ബഹളമൊക്കെ നിർത്ത്, സ്നേഹിച്ചു നോക്ക്. എടോ, ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ളത് കുടുംബ ജീവിതത്തിനാണോ? ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുപോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചിട്ട് സ്വർഗത്തിൽ വിട്ടു. ആദം നബി ഒറ്റയ്ക്ക് സ്വർഗത്തിൽ കൂടെ നടക്കാൻ, അള്ളാന്റെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവനും കണ്ടുകൊണ്ട് ആദം നബി ഒറ്റയ്ക്ക് നടക്കാൻ. അള്ളാഹ് ചോദിച്ചു, ആദമേ, നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? സ്വർഗത്തിൽ വിട്ടിട്ട് പോലും നിനക്ക് സന്തോഷമില്ലേ? അപ്പൊ ആദം നബി അള്ളാഹിനോട് പറഞ്ഞു, അത്ര പടച്ചവനെ, എന്തോ ഒരു കുറവുള്ളത് പോലെ. സ്വർഗം കിട്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. ആദം നബിക്ക് അള്ളാഹ് സ്വർഗം കൊടുത്തപ്പോ ആദം നബി അള്ളാഹിനോട് പറയാ, പടച്ചവനെ, എന്തോ ഒരു കുറവുള്ളത് പോലെ. ഒരു കുറവുള്ള പറച്ച സന്തോഷമില്ല, ഒറ്റയ്ക്ക് നടന്നിട്ട്. ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ എല്ലാം ശരിയായെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് കുടുംബ ജീവിതം. എടോ, മക്കത്ത് പോയി ഹജറുൽ അസ്വദ് മുത്തിയവന്റെ പാപം മുഴുവനും അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജറുൽ അസ്വദ് മുത്തിയ പാപം പൊറുക്കൂലേ? പൊറുക്കോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? പൊറുക്കും. മക്കത്ത് പോയാൽ മുത്താൻ പറ്റുമോ? എവിടെ അല്ലേ? എന്നാ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്ന് വഴുത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിക്കാൻ പറ്റുമോ? ഇന്ന് വഴുത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ കടപ്പുറത്തുകൂടെ ബീച്ചിലൂടെ നടക്കുന്നത് പോലെയല്ല. ഇന്ന് വഴുത് കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയം നിന്റെ ഭാര്യയുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഭർത്താവിന് പിടിക്കാൻ പറ്റുമോ? നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ ഒന്ന് പിടിക്കണം. നാട്ടുകാർ കാണാനല്ല, അള്ളാഹുടെ തൃപ്തി കരുതിയിട്ട് നീ പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം ആ കൈവിരലുകൾക്കിടയിലൂടെ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് കുടുംബജീവിതം. നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ ഒന്ന് പിടിക്ക്, നീ ഒന്ന് ചിരിക്ക്. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്ക്. കണ്ടവന്റെ ഭാര്യയെ നോക്കിയിട്ട് എന്താ അമീന, എന്താ ആയിഷ, എന്നാ ചിരിയെന്നറിയോ? സ്വന്തം പെണ്ണുമ്പിള്ളയെ കണ്ട കടന്തൽ കുത്തിയതുപോലെ മനുഷ്യൻ. നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട, നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ. പിന്നെ ഞാൻ നിങ്ങളൊന്നും പറയാത്തതാ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അകത്ത് പോയി കിടക്കാൻ വയ്യാത്തതുകൊണ്ടാ, വേറൊന്നുമല്ല. ഞാന് 8 കൊല്ലം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പണ്ട് പ്രസംഗിച്ചു. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. ഒന്നും പറയില്ല. ലൈവെന്ന് കേൾക്കുമ്പോഴേ പേടി അവസ്ഥമാർ. അതുകൊണ്ട് ഈ സാധനം സർവ്വ തെളിവ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. എനിക്ക് ലൈവെന്ന് കേൾക്കുമ്പോഴേ ഓൻ എല്ലായിടത്തും വന്ന് ലൈവ് ഇടല. ഇവന്മാരെ എന്താ കട്ട് ചെയ്തിടുന്നതെന്ന് അറിയത്തില്ല. അവനവന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ എന്തെങ്കിലും എഴുതിയിടും. ഇപ്പൊ
ഇപ്പൊ ഞാൻ ഇങ്ങനെ വനിതാ കമ്മീഷനിൽ കയറി ഇറങ്ങി നടക്കാം അവസ്ഥ. നിങ്ങളൊന്നും പറയാം, അതുകൊണ്ടാണ് നിങ്ങളൊന്നും പറയാത്തേട്ടാ. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അവരെ എടീന്ന് പോലും വിളിച്ച കേസാ, ചുമ്മാ ഒന്നും വിളിച്ചേക്കരുതട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കടോ. ഇതൊരു സ്നേഹം എന്നറിയോ? ഉസ്താദെ, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. എല്ലാ പെണ്ണുങ്ങളുടെ പരാതി. നീ സ്നേഹിക്കാറുണ്ടോ? ഞാൻ പറയുന്നത് നീ സ്നേഹം കൊടുത്തു നോക്ക്. നിന്റെ ഭർത്താവിനെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചു നോക്ക്. ഒരിക്കലും ആ മനുഷ്യൻ നിന്നെ വെറുക്കൂല, നിന്നെ മറക്കൂല. എത്ര സൗന്ദര്യമുള്ളവൾ വന്നാലും നിന്നെ മറക്കാൻ നിന്റെ ഭർത്താവിനെ കഴിയില്ല. സ്നേഹിക്ക്, പ്രണയിക്ക്. ഞാൻ പറയുന്നത് പ്രണയിക്കണം. എപ്പം? സ്കൂളിൽ പഠിക്കുമ്പോഴല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ല, കല്യാണം കഴിച്ചതിന് ശേഷം. കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ പ്രണയിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയിക്കോ? ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തോ? എത്ര പേര് ഫെബ്രുവരി 14-ന് വല്ല ഗിഫ്റ്റും കൊടുത്തു? ഭർത്താവിന് കൊടുത്തോ? ഞാൻ പറയുന്നത് പ്രണയിക്ക്. ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, 65 വയസ്സുള്ള ഖദീജ ഉമ്മയ്ക്ക്, 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുമ്പിൽ കുളിച്ച് ഒരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുകയാ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം വീടിന്റെ വാതിലിൽ തന്റെ ഭർത്താവിനെയും കാത്തിങ്ങനെ നിൽക്കുകയാ. അതാണ് സ്വാലിഹത്തായ ഭാര്യ. ഭർത്താവിനെ കാത്തു നിൽക്കും പണ്ടത്തെ പെണ്ണുങ്ങള്. ഇപ്പത്തെ എന്താന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പൂമുഖ വാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്ന് ഭാര്യ എന്ന് പണ്ടാരോ പറഞ്ഞ പോലെ. എടോ, ഭർത്താവിനെ കാത്ത് ഭാര്യ നിൽക്കും. പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് കഴിക്കാതെ കഴിക്കൂല, അതേ പാത്രത്തിലേ കഴിക്കത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതൊക്കെ ആ കാലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ എന്ന 65 വയസ്സുള്ള ഉമ്മ ഭർത്താവായ നബിതങ്ങളെ കാത്തു വീടിന്റെ വാതിലിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, സലാം പറഞ്ഞു, അകത്ത് കയറി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. ഭക്ഷണം എടുക്കട്ടെ നബിയെ. ഖദീജ ഉമ്മ ഭക്ഷണം കൊണ്ടുവന്ന് നബിതങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഖദീജ ബീവി ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഒന്ന് വാരി തരുവോ? 65 വയസ്സിലെ കഥയാണ് ഞാൻ പറയുന്നേ. കല്യാണം കഴിച്ചതിന്റെ ആ അന്നത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഖദീജ ബീബി ചോദിച്ചു, എനിക്ക് വാരി തരുമോ നബിയെ? പിന്നെന്താ ഖദീജ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഞാനും വാരി തരട്ടെ നബിയെ? ഇതാ പെങ്ങളെ, അല്ലാതെ ഒരു ഐസ്ക്രീം വെച്ചിട്ട് 2 സ്പൂൺ ഇട്ട് പരസ്പരം നക്കുന്നതിലല്ല സ്നേഹം. അത് അഭിനയം, അത് അഭിനയം, അത് നാട്ടുകാര് കാണാൻ ഷോ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ വാരി തരട്ടെ നബി? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാരി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ടുള്ള, ഭാര്യയ്ക്ക് വാരി കൊടുത്തിട്ടുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്കേ. കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാണോ? ഒന്ന് കൈവക്കിക്കേ. ഭർത്താവിന് ഒരിക്കലെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ഭാര്യമാര്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചങ്കിന് കൊടുത്തിട്ടുണ്ടോ? അത് കേക്ക് അവന്റെ വായിക്കത്ത് ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. തിന്നെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇതിലൊക്കെ പറയാൻ പേടിയാടോ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുക, ട്രോളിക്കൊണ്ടിരിക്കുക ആൾക്കാർ. ഞാൻ കുറച്ചു ദിവസം മുമ്പ് പ്രസംഗിച്ചു ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതിനെ കുറിച്ച്. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ആണുങ്ങളെടുത്ത് പോയാൽ ഡ്രൈവിംഗ് പഠിക്കുന്നത് എന്തെല്ലാവാ പറയണത്. റബ്ബേ പടച്ചവനെ, കബറിൽ കിടക്കണ വാപ്പാനെ പോലും വെറുതെ വിടൂല്ലേ ഇമാര്. പിന്നെന്ത് ചെയ്യാനാ? സ്വർഗം കിട്ടുമല്ലോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മളെ കുറ്റം പറയുന്നവന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, ഓൻ ആഫിയത്ത് ആരോഗ്യം ഉണ്ടാകാൻ. അല്ലാതെ വിഷമിക്കരുത്. നമ്മളെ കുറിച്ച് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നവന് ആഫിയത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്തുകൊണ്ട്? അവൻ ചെയ്യുന്ന നന്മ മുഴുവനും നമുക്കുള്ളതല്ലേ. പിന്നെ എന്തിനാ നമ്മൾ വേണ്ടെന്ന് പറയണേ? നമ്മളെന്തിനാ വേണ്ടെന്ന് പറയുന്നേ? ഖദീജ ഉമ്മ വാരി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ,
ഞാൻ അവിടുത്തെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വന്ന് കിടക്കാൻ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് നബി തങ്ങൾ മടിയിൽ കിടത്തുകയാ. 65 വയസ്സുള്ള ഖദീജ ഉമ്മ ചോദിക്കുക, ഞാൻ മടിയിൽ തലവെച്ച് കിടക്കട്ടെ നബിയേ? നീ കിടക്ക് ഖദീജ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ എവിടാ കിടക്കുന്നത്? ഈ പ്രായമുള്ള വാപ്പാനോട് ചോദിക്കട്ടെ, നീ എവിടാ കിടക്കുന്നത്? നീ നിന്റെ റൂമിലും ഭാര്യ വേറെ റൂമിലും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പ്രായമായി കഴിഞ്ഞാൽ 45ഉം 50ഉം കഴിഞ്ഞാൽ 50ഉം 55ഉം വയസ്സ് കഴിഞ്ഞാൽ വാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില്. ഭർത്താവ് വിളിക്കുന്നു, ആമിന വാ, ആമിന കടന്നുറങ്ങാം. മക്കളൊക്കെ ഉണ്ട്, നിങ്ങൾ ഒറ്റ കിടന്നോളാം. ഭാര്യ വിളിക്ക, വാടി നമുക്ക് ഒരുമിച്ച് കിടക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്നോളാം. അടിച്ചോണ്ടൊന്നും വന്നതല്ലല്ലോ വാപ്പ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ചതല്ലേ. കൂടെ കിടത്താൻ നിനക്കെന്തേ ബുദ്ധിമുട്ട്? നീ എന്തിനാ മക്കളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കും? പെങ്ങളെ വികാരം തീർക്കാനല്ല വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ചത് വയസ്സാം കാലത്ത് താങ്ങും തണലുമാകാനാ. നിനക്ക് ആ മനുഷ്യനേ ഉള്ളൂ, ആ മനുഷ്യന് നീയേ ഉള്ളൂ. ഒരുമിച്ച് കിടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഖദീജ ചിരിക്കുന്നേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. എത്രാമത്തെ വയസ്സില്? 65ാമത്തെ വയസ്സിലാ ഖദീജ ബീബി ചോദിക്കുന്നത്, എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാര കാക്ക നിങ്ങളുടെ ഈ നരച്ച താടി കാണാൻ എന്നാ രസമാന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ പറയാ അത് പിഴുത് കളയാ, മൈലാഞ്ചി തേക്ക്, അല്ലെങ്കിൽ വടിച്ചു കളഞ്ഞ. അങ്ങനല്ല, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, എന്നൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. നിബിതങ്ങൾ വിട്ടുകൊടുത്തില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഖദീജ 25 കൊല്ലമായില്ലേടി നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട്? അങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിക്കുകയാണ്. നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഖദീജ ഉമ്മ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 25 കൊല്ലമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 വർഷമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, പെങ്ങളെ നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബിക്ക് 40 വയസ്സ്. 25കാരനാണ് 40കാരിയായ ഖദീജ ബീബിയെ വിവാഹം കഴിച്ചത്. 15 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. ഇവർ 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. ഖദീജ ബീബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്, എനിക്ക് പൊരുത്തം തരണേ നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റി ഖദീജ? ഇന്ന് പൊരുത്തം ചോദിക്കുന്നല്ലോ ഖദീജ. യാ റസൂലല്ലാഹ്, എന്റെ മരണമടുത്തു നബിയേ, എന്റെ മരണമടുത്തു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീവിയുടെ വായങ്ങ പൊത്തിപ്പിടിക്കുകയാ. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. പെങ്ങളെ ഖദീജ ബീവി ആരാണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലം കിട്ടുന്നവളാണ് ഖദീജ. ലോകത്ത് ഒരു പെണ്ണിനും അല്ലാഹു ആ പ്രതിഫലം കൊടുക്കൂല. ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ് അല്ലാഹു സ്വർഗത്തിൽ ഖദീജ ബീവിക്ക് കൊടുക്കുന്നത്. ഒരു മുത്തിനകത്ത് പണിത കൊട്ടാരമാണ്, ഒരു മുത്തിനകത്ത് പണിത കൊട്ടാരമാണ്. അത് ആരാരും ശല്യം ചെയ്യാത്ത ഭാഗത്താണ്. എന്തിനാണ് അല്ല ഈ കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അല്ലാഹുവേ, നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. 25 കൊല്ലം നബിതങ്ങൾ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പില് ഖദീജയുടെ ശബ്ദമുയർന്നിട്ടില്ല. ഖദീജ
ബീബിയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. 25 കൊല്ലം നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. നിന്റെ ഭർത്താവിന് ഒരു പരാതിയേ ഉള്ളൂ, നല്ലവളാ ഉസ്താദ്, സ്നേഹമുള്ളവളാ ഉസ്താദ്. എന്നാൽ അവളുടെ നാവിന് വല്ലാത്ത നീളമാ ഉസ്താദ്. പറയുമ്പോ മനസ്സ് വല്ലാതെ തളർന്നു പോവുകയാണ്. പടച്ചവനെ സങ്കടം തോന്നാറുണ്ട്. പെങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കു പെങ്ങള്, ഭർത്താവിനെ ബഹുമാനിക്കു പെങ്ങള്, ഭർത്താവിനെ ആദരിക്കു പെങ്ങള്. ഭർത്താവിന്റെ മുമ്പിൽ നീ എന്തിനാ കിടന്ന് ശബ്ദം ഉയർത്തുന്നത്? ആ മനുഷ്യന്റെ മനസ്സു വേദനിപ്പിക്കരുത് പെങ്ങള്. ആ മനുഷ്യന്റെ പുരുത്തം നിനക്ക് വേണ്ടേ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദം ഉയർത്താത്തവളാ ഖദീജ. ആ ഖദീജയാണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എനിക്ക് പൊരുത്തം വേണം നബിയേ. ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കരുത് ഖദീജ. യാത്ര പറയുകയാണോ ഖദീജ? പരാതിയില്ല ഖദീജ, പരാതിയില്ല ഖദീജ. നിന്നെ കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയുമില്ല ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല കേൾക്കേണ്ട താമസം അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. നിബിധങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുംബിക്കുകയാണ്. നിബിധങ്ങൾക്ക് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുകാരി അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിലെ അടുത്തേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ. എന്തേ ഖദീജ, എന്തേ ഖദീജ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്റെ ശരീരം ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ഒരു പെണ്ണ് പോലും എന്റെ ശരീരം കാണരുത്, എനിക്കിഷ്ടമല്ല നബിയേ. അതുകൊണ്ട് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. പടച്ചവനെ, ഇത് നിങ്ങൾക്ക് തിരിയണമെന്നില്ല. വടകര ടൗണിൽ ചെന്ന് ഫർദ ഇട്ട് നോക്കിയിട്ടാ നീ വാങ്ങുന്നത്. നീ അത് ഇട്ട് നോക്കിയിട്ട് നിനക്ക് ചേരുന്നതല്ലേ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയ ഫർദ രണ്ടാമത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തിനാ നീ സ്റ്റിച്ച് ചെയ്യുന്നത്? നല്ലതുപോലെ ഇറങ്ങിക്കിടക്കണമല്ലോ, നിന്റെ ശരീരത്തിന്റെ വടിവുകൾ കാണണമല്ലോ. പെങ്ങളെ ഖദീജയാണ് പറയുന്നത്, എന്റെ ജനാസ കുളിപ്പിക്കണം നബിയേ. ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് സമ്മതിച്ചടോ. ഖദീജ പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞ കഫം പൊതിയുമല്ലോ, എന്റെ ജനാസ പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. അങ്ങയുടെ സുഗന്ധമുള്ള ഷാൾ എനിക്ക് വേണം നബിയേ. കാരണം ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കടക്കാറുള്ളതാ. എനിക്ക് സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ പറ്റൂല, നിങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റൂല. നിങ്ങളെ ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ പടച്ചവനെ. പൈസ ഒന്നും ചോദിച്ചില്ല. നല്ല മരണം വേണോന്ന് ചോദിച്ചപ്പം മതകളകന്ന് ആന വന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് പറയണ ചങ്ങാതി നന്നാകട്ടെ, അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളൂ. ഒന്നുകൂടെ കൈ പൊക്കി. ഇപ്പൊ പൊങ്ങാത്ത കൈയൊക്കെ പൊങ്ങിയിട്ടാ. പാപ്പ പറഞ്ഞു, അതിങ്ങ് എടുത്തിട്ട് വാടാ. ഞാൻ പോത്തില്ല. എടാ പോയി എടുത്തിട്ട് വാടാ. ഞാൻ പോത്തില്ല. കൊടുത്തു വരണം, പോയി എടുത്തിട്ട് വാടാ. ചിലർക്കൊന്ന് കിട്ടിയാലേ നേരെ ആവത്തുള്ളൂ. അതങ്ങനെ പണ്ട് മുതലേ അങ്ങനെ. ഒരെണ്ണം കൊടുക്കണം എങ്കിലേ നേരെയാകും. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ കാര്യം ചോദിച്ചോട്ടെ, എല്ലാരും നല്ല മരണം വേണമെന്ന് പറയുന്നു. എന്താണ് നല്ല മരണം? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട്
കടങ്ങളൊക്കെ വീട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്ത് സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യം ഒരു മനുഷ്യന് ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണമെന്ന് പറയുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.